നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവസാനം പന്തീരങ്കാവ് കേസ് ഉണർന്നു. രാഹുലിനെ പൊക്കാനുള്ള ശ്രമം തുടങ്ങി. പന്തീരങ്കാവ് കേസിൽ പരാതിക്കാരുടെ മൊഴിയെടുത്തു. ഫറൂഖ് ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം പെൺകുട്ടിയുടെ എറണാകുളം വടക്കൻ പറവൂരിലെ വീട്ടിലെത്തിയാണ് മൊഴിയെടുത്തത്. പ്രതി രാഹുലിനായി തെരച്ചിൽ തുടരുകയാണ്. ഇയാൾ ഒളിവിൽ കഴിയുന്നത് ബംഗളൂരിലാണെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയ മൊഴിയെടുക്കൽ രാത്രി 10 മണി വരെ നീണ്ടു. നവവധു, മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ തുടങ്ങി പലരുടെയും മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തി. മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതും അസഭ്യം പറഞ്ഞതും കൊലപ്പെടുത്താൻ ശ്രമിച്ചതും അടക്കം കൊടും ക്രൂരതകൾ പെൺകുട്ടി പ്രത്യേക അന്വേഷണ സംഘത്തിനോട് വിശദീകരിച്ചു. പന്തീരങ്കാവിലെ രാഹുലിന്റെ വീട്ടിൽ വിരുന്നിനെത്തിയപ്പോൾ ഉണ്ടായ അനുഭവം അടക്കമുള്ള കാര്യങ്ങൾ മാതാപിതാക്കളും പോലീസിനോട് വിശദീകരിച്ചു. പരാതിക്കാരുടെ മൊഴിയെടുക്കൽ പൂർത്തിയായെന്നും അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും പ്രത്യേക അന്വേഷണ ചുമതല വഹിക്കുന്ന ACP സാജു P. എബ്രഹാം പറഞ്ഞു. പുതിയ സംഘത്തിന്റെ അന്വേഷണ സംഘത്തിൽ യുവതിയുടെ മാതാപിതാക്കളും വിശ്വാസം പ്രകടിപ്പിച്ചു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും അന്വേഷണ സംഘം വൈകാതെ ചോദ്യം ചെയ്യും. യുവതിയും മാതാപിതാക്കളും നൽകിയ മൊഴിയിൽ പറയുന്ന നിലയിൽ ഉപദ്രവം ഇവരിൽ നിന്ന് യുവതിക്കുണ്ടായെന്ന് ബോധ്യപ്പെട്ടാൽ ഇവരുടെ അറസ്റ്റിലേക്കും പോലീസ് കടക്കും. ഒളിവിലുള്ള പ്രതി രാഹുലിനെ കണ്ടെത്താനും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ സർക്കാർ യഥാസമയം ഇടപെട്ടുവെന്ന് പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞു. അന്വേഷണം ശരിയാംവിധം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അച്ഛൻ ഹരിദാസൻ പ്രതികരിച്ചു. കേസിൽ പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് കൃത്യവിലോപം നടത്തിയതിന് പന്തീരങ്കാവ് SHOയ്ക്ക് സസ്പെൻഷൻ കിട്ടിയതിന് പിന്നാലെയാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പ്രതികരണം. എറണാകുളം പറവൂരിലെ വീട്ടിലെത്തിയാണ് കോഴിക്കോട് ഫറൂഖ് ACP സാജു എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. കേസിലെ പ്രതി രാഹുലിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പന്തീരങ്കാവ് സംഭവത്തിൽ പോലീസിനെതിരെ DYFI രംഗത്തെത്തിയിരുന്നു. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് DYFI ആവശ്യപ്പെട്ടു. സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിക്ക് ക്രൂരമായ മർദ്ദനമാണ് നേരിട്ടത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിനു പകരം സ്ത്രീപക്ഷ കേരളത്തിനും ജനകീയ പോലീസ് നയത്തിനും അപമാനകരമായ നിലപാടാണ് പന്തീരങ്കാവ് പോലീസിലെ ചില ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും DYFI വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. നവവധുവിനെ മർദ്ദിച്ച കേസിൽ അന്വേഷണത്തിൽ പന്തീരങ്കാവ് പോലീസിന് വീഴ്ചയുണ്ടായെന്നാണ് കണ്ടെത്തൽ. കേസിന്റെ അന്വേഷണം ഫറൂഖ് ACPക്ക് കൈമാറിയതിന് പിന്നാലെ പ്രതി രാഹുലിനെ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. രാഹുലിന് ഒളിവിൽ പോകാൻ പോലീസ് ഒത്താശ ചെയ്തെന്ന് ആരോപണവുമായി നവവധുവിന്റെ പിതാവും രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.